ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 12 പഞ്ചവത്സര പദ്ധതികൾ, അവയുടെ വർഷങ്ങൾ എല്ലാം ഇന്ന് നമ്മൾ കാണാപാഠം പഠിക്കും. റെഡിയല്ലേ? തുടങ്ങാം. ഇതാണ് ഇന്നത്തെ സിലബസ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ വർഷവും നമ്മളിന്ന് കൃത്യമായി പഠിക്കാൻ പോവാണ്. എന്താണ് അടിസ്ഥാന ആശയം? ദൈനംദിന ചിലവുകളെയും 5 വർഷത്തെ വലിയ വികസന ലക്ഷ്യങ്ങളെയും രണ്ടായി തിരിക്കുക. അത്രയുള്ളൂ. 1928 സ്റ്റാലിൻ ഇത് തുടങ്ങി. പിന്നീട് 1951 പ്ലാനിംഗ് കമ്മീഷനിലൂടെ ഇന്ത്യയും നമ്മുടെ ആദ്യത്തെ പദ്ധതി ആരംഭിച്ചു. ഒന്നാം പദ്ധതി വർഷം 1951 മുതൽ 1956 വരെ. എന്റെ കൂടെ പറയൂ, 1951 ടു 1956. നെഹ്റുവിന്റെ കീഴിൽ കൃഷിക്കായിരുന്നു പ്രാധാന്യം. അക്കാലത്താണ് ഭാക്ര നങ്ങൽ ഡാമും 5 IITകളും വരുന്നത്. ഇനി രണ്ടാം പദ്ധതി വർഷം 1956 മുതൽ 1961 വരെ. മനസ്സിലുറപ്പിക്കുക, 1956 ടു 1961. മഹലനോബിസ് മോഡൽ എന്നാണിതറിയപ്പെടുന്നത്. ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു: അതിവേഗമുള്ള വ്യവസായവൽക്കരണവും തദ്ദേശീയ വ്യവസായങ്ങളുടെ സംരക്ഷണവും. സിലബസിലെ അടുത്തത് മൂന്നാം പദ്ധതി വർഷം ശ്രദ്ധിക്കുക, 1961 മുതൽ 1966 വരെ. മറക്കരുത്, 1961 ടു 1966. നിർഭാഗ്യവശാൽ ഇതൊരു പരാജയമായിരുന്നു. ചൈന പാകിസ്ഥാൻ യുദ്ധങ്ങൾ നമ്മുടെ വളർച്ചാ ലക്ഷ്യങ്ങളെ അപ്പാടെ തകർത്തുകളഞ്ഞു. ഇവിടെയാണ് ചില ഇടവേളകൾ വരുന്നത്. യുദ്ധത്തിന്റെ ക്ഷീണം മാറ്റാൻ 1966 മുതൽ പ്ലാൻ ഹോളിഡേയ്സ് പ്രഖ്യാപിച്ചു. അങ്ങനെ വീണ്ടും ട്രാക്കിലേക്ക്. നാലാം പദ്ധതി 1969 മുതൽ 1974 വരെ. ഒന്നുകൂടി പറയാം, 1969 ടു 1974. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഒപ്പം നമ്മുടെ ഹരിത വിപ്ലവം കൃഷിയെ വല്ലാതെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. അഞ്ചാം പദ്ധതി 1974 മുതൽ 1978 വരെ. ഇതൊരു വർഷം നേരത്തെ അവസാനിച്ചു. 1974 ടു 1978. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷേ 1978 മൊറാർജി ദേശായി സർക്കാർ ഇത് റദ്ദാക്കിയത് ചെറിയ അസ്ഥിരതയുണ്ടാക്കി. അങ്ങനെ ആറാം പദ്ധതി വീണ്ടും കൃത്യമായ ഘടനയിലായി. വർഷം 1980 മുതൽ 1985 വരെ. 1980 ടു 1985. ഇതൊരു മാറ്റത്തിന്റെ കാലമായിരുന്നു. നെഹ്റുവിയൻ സോഷ്യലിസം അവസാനിച്ചു. പുതിയ കാർഷിക ബാങ്കായ നബാർഡ് വരുന്നത് ഈ സമയത്താണ്. നമുക്ക് മുന്നോട്ടു പോകാം. ഏഴാം പദ്ധതി 1985 മുതൽ 1990 വരെ. ഓർക്കുമല്ലോ, 1985 ടു 1990. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം എട്ടാം പദ്ധതി വന്നു. വർഷം 1992 മുതൽ 1997 വരെ. 1992 ടു 1997. ഏഴാമത്തേതിൽ രാജീവ് ഗാന്ധി സാങ്കേതികവിദ്യയ്ക്ക് പ്രാധാന്യം നൽകി. എട്ടാമത്തേതിൽ ഇന്ത്യ ഉദാരവൽക്കരണത്തിലൂടെ വ്യവസായങ്ങൾ നവീകരിച്ചു, WTOയിൽ ചേർന്നു. 9ഉം 10ഉം പദ്ധതികൾ, അതായത് അടുത്ത 10 വർഷങ്ങൾ, 1997 മുതൽ 2007 വരെ. വാജ്പേയി 9ആം പദ്ധതി നയിച്ചു. 10ആം പദ്ധതി ലക്ഷ്യമിട്ടത് അതിഗംഭീരമായ 8% GDP വളർച്ചയാണ്. നമ്മൾ അവസാന ഘട്ടത്തിലെത്തി. 11ഉം 12ഉം പദ്ധതികൾ. വർഷം 2007 മുതൽ 2017 വരെ. 2007 ടു 2017. 11ആം പദ്ധതി നമുക്ക് വിദ്യാഭ്യാസ അവകാശം നൽകി. 12ആം പദ്ധതി സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒടുവിൽ 2015 പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് വന്നു. ക്ലാസ് കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയതെന്താണ്?